ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പരട്ടാണ്. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ ഒരു പച്ചമുളക്, ഇത്തിരി കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്, 2 ചെറിയ അടപ്പ് വിനാഗിരി മിക്സ് ചെയ്ത് ഇതിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പം നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിൽ എരിവും പുളിയും ഒക്കെ പിടിക്കത്തുള്ളൂ. അപ്പം അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്ത് അതിലേക്ക് ഉള്ളി ഇട്ട് വഴറ്റും. അപ്പോൾ നമ്മൾ ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വറ്റൽമുളകാണ്, വറ്റൽമുളക് ക്രഷ് ചെയ്തത്, അതൊന്ന് ഇതിലേക്ക് എണ്ണയും ഇതിലൂടെ സോൾട്ടായ ശേഷം അതിലേക്ക് നമുക്ക് മാർത്തിനേറ്റ് വെച്ച് ചിക്കൻ ഇടാം. അത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനി നമുക്ക് വേവിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ പരിധി. കണ്ടോ, ഒരുവിധം വെള്ളമൊക്കെ വേവുന്നുണ്ട്. വെള്ളം പറ്റിയിട്ടില്ല, കുറച്ചുകൂടെ ഡ്രൈ ആവാനുണ്ട്. നല്ല എരിവുള്ളതാണ്. എരി ഇഷ്ടപ്പെടുന്ന ആരുണ്ടായിരുന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, കാരണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല എരിവാണിത്, നല്ല ക്രിസ്പിയാണ്. എരിവ് ഇഷ്ടമുള്ള ആരായിരുന്നാലും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് തുടരെ എൻ്റെ പുതിയ ഐറ്റംസ് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.